ഒരു ചോദ്യമേ ഉള്ളൂ, ബിജുവിന്റെ മരണത്തിന് ആരാണ് ഉത്തരവാദി? ആ ചോദ്യത്തിന് ഇനി ഉത്തരം കിട്ടണം. ഇടുക്കി അടിമാലിയിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കൈകഴുകി ദേശീയപാത അതോറിറ്റി. അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ല എന്നാണ് വിശദീകരണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അതോറിറ്റി വിശദീകരിക്കുന്നു. രാഹുൽ സുരേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. രാഹുൽ, നാട്ടുകാരുടെ ഗുരുതരമായ പരാതികളാണ് കഴിഞ്ഞ മണിക്കൂറുകളിലും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ദേശീയപാത അതോറിറ്റി കൈ കഴുകുകയാണ്. അവരുടെ വിശദീകരണം എന്താണ്? റോഷിനി, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കൈ കഴുകിക്കൊണ്ട് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം തന്നെയാണ് ദേശീയപാത അതോറിറ്റി നടത്തുകയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ദുരന്ത ഭൂമിയിലാണുള്ളത്. ഈ കാണുന്നതാണ് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന സ്ഥലം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയാണ് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ ആ നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയും റോഡിന് വേണ്ടി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ചെയ്തതായ ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കാണുന്ന പോലെ തന്നെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് അത് താഴത്തേക്ക് പോന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രമാണ് ആ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ആ കോൺക്രീറ്റുകൾ കൃത്യമായി ഉണങ്ങുക പോലും ചെയ്തിട്ടില്ല എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുകയും ചെയ്യാം. ആ തൊട്ട് മുകളിൽ കാണുന്ന ആ മൺകൂമ്പാരമാണ് നേരെ ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയും ചെയ്തത്. അതിൽ ആദ്യം തന്നെ ആളുകളുടെ ഭാഗത്തുനിന്നും വലിയ വിമർശനവും കുറ്റപ്പെടുത്തലും ഉണ്ടായിരുന്നു. കാരണം കൃത്യമായി അല്ല ഈ മണ്ണെടുപ്പ് നടന്നിരിക്കുന്നത്, അശാസ്ത്രീയമായാണ് ഈ മണ്ണെടുപ്പ് നടന്നിരിക്കുന്നത്. ഇത് 90 ഡിഗ്രി ആംഗിളിലാണ് ഈ മണ്ണെടുക്കൽ നടന്നിരിക്കുന്നത്. സാധാരണ 45 ഡിഗ്രി അളവിലാണ് ഈ മണ്ണെടുക്കൽ, അതായത് സ്ലോപ്പ് ആക്കിക്കൊണ്ട് വേണം ഈ മണ്ണ് എടുത്ത് നീക്കേണ്ടത്. അത്തരത്തിലുള്ള യാതൊരു ക്രമീകരണങ്ങളും പാലിക്കാതെ, നിയമവും പാലിക്കാതെയാണ് ഈ മണ്ണെടുപ്പ് നടന്നിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ഭാഗം പറയുന്നത്. എന്നാൽ ദേശീയപാത അതോറിറ്റി ഇപ്പോൾ പുറത്തിറക്കിയ ഒരു വിശദീകരണ കുറിപ്പിൽ പറയുന്നത് ഈ മാസം 22-ാം തീയതി ജില്ലാ ഭരണകൂടം മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടാകും എന്നൊരു നിർദ്ദേശം ദേശീയപാത അതോറിറ്റിക്ക് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെത്തി ദേശീയപാത അതോറിറ്റിയുടെ സംഘം വിശദമായുള്ള പരിശോധന നടത്തുകയും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് അവർ മുകളിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതെന്നും ദേശീയപാത അതോറിറ്റിയുടെ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. അതുകൂടാതെ ഈ ക്യാമ്പിൽ ഈ ബിജുവും സന്ധ്യയും അടങ്ങുന്ന കുടുംബം ക്യാമ്പിലേക്ക് മാറിയിരുന്നു. അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. ആ സമയത്താണ് മണ്ണിടിഞ്ഞ് വീഴുകയും അതിൽ ബിജുവിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. അതിൽ ദേശീയപാത അതോറിറ്റിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഈ അപകടം നടക്കുന്ന സമയത്ത് യാതൊരു നിർമ്മാണ പ്രവൃത്തികളും ഈ സംഭവ സ്ഥലത്ത് നടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും പൂർണ്ണമായും കൈയൊഴിഞ്ഞുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ് എന്നതാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഒറ്റ സ്വരത്തിൽ പറയുന്നു, അനധികൃതമായി തന്നെയാണ് മണ്ണെടുപ്പ് നടന്നത്. അതുകൂടാതെ ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ കംപ്രസുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചുകൊണ്ട് പ്രവർത്തികൾ നടത്തിയിരുന്നു. പലപ്പോഴും വീടുകൾക്ക് ഉൾപ്പെടെ പ്രകമ്പനം ഏൽക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. പക്ഷേ ആളുകളുടെ പരാതി ഗവനിക്കാൻ പോലും ദേശീയപാത അതോറിറ്റി തയ്യാറായില്ല എന്നൊരു ഗുരുതരമായ ആരോപണം ആളുകളുടെ ഭാഗത്തുനിന്നും ഉന്നയിക്കുന്നുണ്ട്. അതുകൂടാതെ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആരും തങ്ങളുടെ പരാതി നോക്കിക്കണ്ടില്ല. ഇന്നലെ രാത്രി നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ അടക്കം പറഞ്ഞതാണ് 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ഒരു ഉത്തരവായി നൽകുക മാത്രമാണ് ചെയ്തത്. അതിനു വേണ്ടിയിട്ടുള്ള യാതൊരു ക്രമീകരണവും അല്ലെങ്കിൽ ക്യാമ്പ് ഉൾപ്പെടെ സജ്ജീകരിക്കാൻ പോലും ഈ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായില്ല എന്ന കാര്യം അടിമാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്താണെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ആർക്കും, ദേശീയപാത അതോറിറ്റിക്കാണെങ്കിലും ജില്ലാ ഭരണകൂടത്തിനാണെങ്കിലും ആർക്കും ഇതിൽ നിന്നും ഒളിച്ചോടാൻ സാധിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറുപടി പറഞ്ഞു തന്നെ സാധിക്കുകയുള്ളൂ. ഇതിലിപ്പോൾ ജില്ലാ കളക്ടറിന്റെ ഇന്ന് ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിനകം വിവിധ വകുപ്പുകളെ കോർത്തിണക്കിക്കൊണ്ട് 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ 4 ദിവസത്തിനുള്ളിൽ വിശദമായുള്ള റിപ്പോർട്ടും ഇത് സംബന്ധിച്ച് ഈ മണ്ണിടിച്ചിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാനും ബന്ധപ്പെട്ട അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ജില്ലയിലെ നിർമ്മാണ പ്രവർത്തികൾ, അതായത് ദേശീയപാത, ഈ കാണുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം ഉൾപ്പെടെ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ നിർമ്മാണ പ്രവർത്തികളുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് നിലവിലെ തീരുമാനം. കാരണം വലിയ രീതിയിലുള്ള ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളടക്കം നിലനിന്നിരുന്നു. ആ മഴയിൽ പെയ്ത വെള്ളം ഈ മണ്ണിലേക്ക് ഊർന്നിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇടുക്കിയുടെ ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോൾ മണ്ണ് കുതിർന്നൊരവസ്ഥയിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് കൂടുതൽ നിർമ്മാണ പ്രവർത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അതുകൂടാതെ ദേശീയപാത 85-ന്റെ നിർമ്മാണ പ്രവർത്തി നടക്കുന്നത് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള സ്ഥലങ്ങളിലാണ്. അതിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾ ഹൈക്കോടതി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇരുമ്പുപാലം മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ അതിവേഗം പൂർത്തിയാക്കാൻ വേണ്ടി ദേശീയപാത
അതോറിറ്റി തീരുമാനിക്കുകയും ചെയ്ത് അത്തരത്തിൽ വേഗതയിൽ നടത്തിയ ഒരു ഈ റോഡിന്റെ നിർമ്മാണവും ഈ അപകടത്തിന്റെ കാരണമായി എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും പാവപ്പെട്ട ആ കുടുംബത്തിലെ 2 പേർ ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ രേഖകൾ എടുക്കാനോ ആണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. അതിനിടയിലുണ്ടായ അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തം അതിൽ ബിജുവിന്റെ ജീവൻ കവർന്നെടുക്കുകയും സന്ധ്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ആർക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനും കഴിയില്ല. ഈ സംഭവം അറിഞ്ഞുകൊണ്ട് കൂടുതൽ ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ എത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ അപകടമുണ്ടായ സന്ധ്യയും ബിജുവും താമസിച്ചിരുന്ന വീട് കൂടിയാണ് റോഷ്നി. ഇന്നലെ രാത്രി ഏതാണ്ട് 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലായിരുന്നു 2 പേരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞത്. വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന ദുരന്തഭൂമിയിൽ മാത്രം 8 വീടുകളാണ് പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. അതിൽ 2 വീടുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ ഒരു വീടിൻ്റെ പുറത്താണ്. ആ വീടിൻ്റെ മുകളിലേക്ക് പൂർണ്ണമായും മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ കാണുന്ന വീടൊക്കെ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ്. ഇനി ഇത് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഈ വീടുകളൊക്കെ മാറിയിട്ടുണ്ട്. ഒരായുസോളം പണിയെടുത്തുണ്ടാക്കിയ ആ വീടൊക്കെയാണ് ഇത്തരത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. 44 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് മച്ചിപ്ലാവിലെയും അതോടൊപ്പം തന്നെ കത്തിപ്പാറയിലുമുള്ള KSUവിയുടെയും ലൈഫ് മിഷന്റെയും 2 ഫ്ളാറ്റുകളിലേക്കാണ് 44 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കാൻ പോകുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവരുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറുകയും ചെയ്തതാണ്. ദുഃഖകരമായി എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ രാത്രി ഗവൺമെൻറ് സ്കൂളിലേക്ക് 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ആ കുടുംബങ്ങളോട് പറഞ്ഞത് ഇന്നലെ രാത്രി ഈ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മൺകൂന ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മാറ്റും. അപ്പോൾ ആ മാറ്റിയ ശേഷം ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഈ വീടുകളിലേക്ക് തിരികെ എത്താം. അതുകൊണ്ട് മറ്റ് സാധനങ്ങളൊന്നും തന്നെ എടുക്കേണ്ടതില്ല, ആവശ്യമായ സാധനങ്ങളൊന്നും തന്നെ എടുക്കേണ്ടതില്ല. അത് സുരക്ഷിതമായി തന്നെ വീട്ടിലിരുന്നോളും. നിങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ മാറ്റി പാർപ്പിക്കുന്നു എന്നൊരു ഉറപ്പിൻ്റെ പുറത്താണ് ഉടുതുണിയുമായി അവർ ഇട്ടിരുന്ന ആ വസ്ത്രങ്ങളുമായി ആ ക്യാമ്പിലേക്ക് മാറുന്നത്. അവർ ക്യാമ്പിലേക്ക് മാറി 8 മണിയോടുകൂടി ക്യാമ്പിലേക്ക് മാറുന്നു. ഏതാണ്ട് ഒരു 10:00 അപ്രതീക്ഷിതമായി ആ ദുരന്തം ഇവിടേക്ക് എത്തുകയായിരുന്നു. ആ കാണുന്ന പോലെ തന്നെ ആ മൺകൂനകളെല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് ഇപ്പോഴും ആ മൺകൂനകൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. തൊട്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അപകടാവസ്ഥയിൽ വലിയ രീതിയിൽ മൺകൂന ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ വലിയ രീതിയിൽ മണ്ണെടുപ്പ് അവിടെ നടന്നിട്ടുണ്ട്. അതിൽ ഈ മണ്ണിനൊക്കെ ഉറപ്പില്ലാത്തൊരു പ്രദേശം കൂടിയാണ്. അത്തരത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ ഈ മണ്ണിടിച്ചിലിന് കാരണമായിട്ടുണ്ട്. അതിൽ വ്യക്തമായി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് വിവിധ വകുപ്പുകൾ തന്നെയാണ്. തദ്ദേശ വകുപ്പും അതോടൊപ്പം തന്നെ ജിയോളജി വകുപ്പും ഉൾപ്പെടെ വിവിധ വകുപ്പുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഒരു സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ആ സംഘം 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. റോഷ്നി, യെസ്, രാഹുൽ സുരേഷാണ് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ NHAIക്ക് കഴിയില്ല. ഈ മണ്ണിടിച്ചിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ കാരണം ബോധ്യപ്പെടണം, പരിശോധനകൾ നടക്കണം, ശാസ്ത്രീയമായ ഉത്തരങ്ങൾ ലഭിക്കണം. കാരണം മനുഷ്യരുടെ തുടർന്നുള്ള ജീവിതം പ്രതിസന്ധിയിലാവാത്ത തരത്തിലുള്ള മറുപടികളാണ് കിട്ടേണ്ടത്.